ഗാസയിൽ നിന്നും പാലസ്തീനികളുടെ കുടിയൊഴിപ്പിക്കൽ തുടങ്ങി ഇസ്രായേൽ. ആദ്യഘട്ടത്തിൽ 70 ഗാസ നിവാസികളെയാണ് മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് ഇസ്രായേൽ ഇപ്പോൾ കയറ്റി അയച്ചിരിക്കുന്നത്. ഇസ്രായേൽ അതിർത്തി കടന്ന് ഇസ്രായേൽ സേനയുടെ സഹായത്തോടെ റൊമാനിയൻ സർക്കാരിന്റെ പ്രത്യേക ഫ്ലൈറ്റിലാണ് 70 ഗാസക്കാരെ ഇപ്പോൾ റൊമാനിയയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ച ഗാസയിലെ സമ്പൂർണ്ണ കുടിയൊഴിപ്പിക്കൽ, പാലസ്തീൻ മുക്ത ഗാസ, അത് പതിയെ പതിയെ നടപ്പാവുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഗാസയിൽ നിന്നും കുടിയിറങ്ങാൻ, ഗാസയെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഗാസ ജനത എന്നുള്ള വമ്പൻ വാർത്തയും പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഏജൻസി നടത്തിയ പഠനത്തിലാണ് ഗാസയിലെ 50%-ലധികം വരുന്ന ജനത ഗാസ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാണെന്നും അവസരം ലഭിച്ചാൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതുമായുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഹമാസിന്റെ സാന്നിധ്യം ഗാസയിൽ ഉള്ള കാലത്തോളം ഗാസയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല എന്ന് ഗാസവാസികൾക്കറിയാം. ഇപ്പോൾ ഇതാ ജനുവരി മാസം 21-ന് ഇസ്രായേൽ ആരംഭിച്ച 2ാം ഘട്ട യുദ്ധം അത് അതിതീവ്രമായ ആക്രമണമായി മാറിയിരിക്കുകയാണ്. സമാനതകളില്ലാത്ത അതിരൂക്ഷമായ ആക്രമണം. ഗാസയുടെ വടക്കൻ മേഖലയിൽ നിന്ന്, വടക്കൻ ഗാസയിൽ നിന്ന് ഇതിനകം തന്നെ 60,000-ലധികം ആളുകൾ പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളെ പോലും വെറുതെ വിടുന്നില്ല. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോലും ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന. ഈ സാഹചര്യത്തിൽ ജീവൻ വേണമെങ്കിൽ ഗാസയിൽ നിന്ന് പലായനം ചെയ്യൂ എന്നാണ് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ്. അത് സ്വീകരിച്ചുകൊണ്ട് വടക്കൻ ഗാസയിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക്, സുരക്ഷിത മേഖലയെ ലക്ഷ്യമാക്കി തെരുവുകളിലൂടെ അലയുകയാണ് പാലസ്തീനികൾ. വെള്ളമില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, മരുന്നില്ല, എല്ലാം കൊണ്ടും നരകതുല്യമായ ജീവിതമാണ് ഗാസയിലെ പാലസ്തീനികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹമാസിനെ ഞങ്ങൾക്ക് വേണ്ട, ഹമാസ് ഗാസ വിട്ടു പോകൂ എന്ന് പാലസ്തീൻ ജനത ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഈ ഹമാസിന്റെ സാന്നിധ്യം ഈ ഗാസയിൽ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടാകും. ഇസ്രായേൽ നിരന്തരമായി ഹമാസിനെ ആക്രമിക്കും. ആ കാലത്തോളം സമാധാനത്തോടെ ഉറങ്ങാനോ മരണഭീതിയിൽ നിന്ന് മുക്തമായി ജീവിക്കാനോ കഴിയില്ല എന്ന് ഗാസക്കാർക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന, ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന കുടിയൊഴിപ്പിക്കൽ നിർദ്ദേശത്തെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കയറ്റിവിടാമെന്നുള്ള നിർദ്ദേശത്തെ, മറ്റേതെങ്കിലും രാജ്യം ഏറ്റെടുക്കാമെന്നുള്ള നിർദ്ദേശത്തെ ഇരുകൈയും നീട്ടി ഗാസക്കാർ സ്വീകരിക്കുന്നത്. നരകതുല്യമായ ഗാസയിൽ നിന്ന് മറ്റേതെങ്കിലും ഭൂപ്രദേശത്തേക്ക് മാറണമെന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് പാലസ്തീൻ ജനതയിൽ ഗാസക്കാരിലേറെയും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ ഗാസാവാസികളിൽ 38% പേർ താൽക്കാലികമായ ഒരു മാറ്റം, റീലൊക്കേഷൻ ആഗ്രഹിക്കുന്നവരാണ്. 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഗാസയുടെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നത് വരെ മറ്റേത് രാജ്യത്ത് വേണമെങ്കിലും അവർ പോകാൻ തയ്യാറാണ് എന്ന് അവർ സർവേയിൽ പറയുന്നു. 14% പേർ പെർമനന്റ് ആയിട്ട്, സ്ഥിരമായി ഈ ഗാസ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും നാടുകളിലേക്ക് പോയാൽ അത് സന്തോഷമെന്ന് കരുതുന്നവരാണ്. 4% പേർ തങ്ങളുടെ കുടുംബത്തെ മുഴുവൻ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റിവിടാനും എന്നാൽ തങ്ങൾ ഈ ഗാസയിൽ തന്നെ തുടരാനും ആഗ്രഹിക്കുന്നവരാണ്. വലിയൊരു ശതമാനം പേർ ഗാസയെ പൂർണ്ണമായി ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാണെന്ന് കൂടി പറയുകയാണ്. എന്തായാലും ഗാസയിലെ ജനങ്ങളുടെ മനസ്സ് മാറിയിരിക്കുന്നു. ഗാസയിലെ ജനങ്ങൾ ഈ ഹമാസിനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. ഗാസയിൽ ഇനി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണത്തെ പുൽകുന്നതാണ് എന്ന് അവർ ചിന്തിച്ചിരിക്കുന്നു. ഈ നാട്, ഈ നശിച്ച നരകതുല്യമായ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ഒരിക്കലും കഴിയാൻ പറ്റില്ല എന്ന് ഗാസർക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റേതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് തങ്ങൾക്ക് താമസിക്കാനോ മറ്റേതെങ്കിലും രാജ്യം തങ്ങൾ ഏറ്റെടുക്കാനോ തയ്യാറാണെങ്കിൽ അതിനുവേണ്ടി തയ്യാറാണ് എന്ന് വ്യക്തമായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും വളരെ തന്ത്രപരമായ പദ്ധതികൾ ഗാസയിൽ നടപ്പാവുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഗാസയിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും സ്വന്തം ചെലവിൽ ആ കുടിയേറ്റം നടത്തിക്കൊടുക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനുവേണ്ടി ഉള്ള മുഴുവൻ ചെലവും ഇസ്രായേൽ വഹിക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദിനംപ്രതി 10,000-ഓളം ആളുകളെ ഗാസയിൽ നിന്നും മറ്റേതെങ്കിലും ഭൂപ്രദേശത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്താനുള്ള സാഹചര്യങ്ങളും അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും തയ്യാറാക്കുകയാണ് ഇസ്രായേൽ. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫിനാൻസ് മിനിസ്റ്റർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഗാസയിൽ
ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നു. ഗാസയിൽ നിന്നും പാലസ്തീനികൾ സ്വയം പടിയിറങ്ങുകയാണ്. പാലസ്തീനികൾ പലായനം ചെയ്യുകയാണ്. ഗാസക്കാരെ കുടിയേറ്റക്കാരായി കണ്ട് സ്വീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം നിർണായകമായൊരു നിലപാട് ഈജിപ്റ്റ് വ്യക്തമാക്കിയിരുന്നു. 5 ലക്ഷം ഗാസക്കാരെ ഏറ്റെടുക്കാമെന്നായിരുന്നു ഈജിപ്തിന്റെ ഒരു നിലപാട്. ഈജിപ്റ്റ് പ്രധാനമന്ത്രി, ഈജിപ്റ്റ് പ്രസിഡന്റ് LCC ആണ് ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ അദ്ദേഹം അതിനൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. നിലവിൽ ഗാസയിലുള്ള ഇസ്രായേലി സേന പൂർണ്ണമായും പിന്മാറണം, ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം, ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ കരാർ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ ഈ 5 ലക്ഷം പേര് ഏറ്റെടുക്കുള്ളൂ എന്നാണ് LCC പറഞ്ഞത്. എന്തായാലും നേരത്തെ ഗാസ ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെ, ട്രംപിന്റെ ഐഡിയയെ ഏറ്റവും അധികം എതിർത്ത ആളാണ് LCC. ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ 5 ലക്ഷം പേരെ ഏറ്റെടുക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഈജിപ്റ്റ് മാറിയെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രം ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. 5 ലക്ഷം പേരെ ഈജിപ്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് സമാനമായ ആളുകളെ ജോർദാനും ഏറ്റെടുക്കേണ്ടി വരും. സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് ആളുകൾ ഏറ്റെടുക്കേണ്ടി വരും. ആകെ 20 ലക്ഷത്തിലധികം പേരാണ് ഗാസയിൽ പാലസ്തീനികളായിട്ടുള്ളത്. മറ്റ് നിരവധി പേരെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടാനുള്ള നീക്കം ഡൊണാൾഡ് ട്രംപ് നടത്തുന്നുണ്ട്. അങ്ങനെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വേണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ യൂറോപ്പ് രാജ്യങ്ങൾ തന്നെ സ്വമേധയാ ഗാസക്കാരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. റൊമാനിയ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 70 ഗാസക്കാരെ കുടിയേറ്റക്കാരായി അംഗീകരിച്ച് അവരെ സ്വീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഗാസയിൽ ഉണ്ടാകുന്നത്. ഗാസയെ പൂർണ്ണമായി ഏറ്റെടുക്കുകയും പാലസ്തീനികളെ കുടിയിറക്കുകയും ചെയ്ത ശേഷം ഗാസയെ പുനർനിർമ്മിക്കുക എന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പദ്ധതി. അതിനെ പിന്നീട് ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുക, അമേരിക്കയുടെ ഓണർഷിപ്പിന് കീഴിൽ, അമേരിക്കയുടെ ഉടമസ്ഥതയ്ക്ക് കീഴിൽ വലിയൊരു ഭൂപ്രദേശമാക്കി, ഒരു ഫ്രണ്ട് സൈഡ് കടൽ തീരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ഒരു ഭൂപ്രദേശമാണ് ഗാസയെ അത്തരത്തിൽ വ്യാവസായിക വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നതാണ് ട്രംപിന്റെ ഐഡിയ. ആ ഐഡിയ ഇപ്പോൾ ഏറെക്കുറെ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിന്റെയും ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും ഒക്കെ ആഗ്രഹം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് പൂവണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്.